നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻപൊക്കെ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനോ പ്രതികൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യം ചെയ്ത് നേരെ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന ശീലമാണ് കാണുന്നത്. വീടുകളിൽ സ്വത്തിന്റെയും കുടുംബകലഹത്തിന്റെയും പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ രക്തബന്ധം മറന്ന് ജീവനെടുക്കാൻ തക്ക രീതിയിൽ യുവമനസ്സ് മാറിയിരിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച് തന്റെ ഒപ്പം വിശ്വസിച്ചിറങ്ങി വന്ന ഫർസാന എന്ന പെൺകുട്ടിയെ അഫാൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ 5 പേരും കൊലപ്പെട്ടിരിക്കുന്നത് അതീവ ക്രൂരമായിട്ടാണ്. ഇതിൽ ഫർസാന മാത്രമാണ് ആ വീട്ടിൽ നിന്ന് അല്ലാത്തൊരാളുള്ളത്. താൻ പ്രാണന് തുല്യം സ്നേഹിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അവരെ അതിലും ക്രൂരമായി കൊല്ലാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുൻപും പ്രണയ കൊലപാതകങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രണയം നിരസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ നോ പറയുമ്പോഴെല്ലാം തന്നെ കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ അതിക്രൂരമായിട്ടാണ് തന്റെ പങ്കാളി ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഫർസാനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അതിദാരുണമായിട്ടുള്ള കൊലയും. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് വികൃതമായിട്ടുള്ള നിലയിലായിരുന്നു ഫർസാനയുടെ മുഖം ഉണ്ടായിരുന്നത്. ആദ്യം ഈ കൊലപാതകം നടന്ന് മറ്റുള്ള 2 പേരും ഉമ്മയും അതുപോലെ തന്നെ അനിയനും താഴെ മുറിയിലായിരുന്നു. അവിടെയായിരുന്നു ഈ അഫാന്റെ മുറി ഉണ്ടായിരുന്നത്. ആ മുറി തുറന്ന് അകത്ത് കടന്ന പോലീസുകാർ പോലും ഒരു നിമിഷം ഞെട്ടി. ആ ഒരു നിമിഷത്തിൽ ആ മുഖം അല്ലെങ്കിൽ അത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു അഫാൻ താൻ ഇന്നലെ വരെ പ്രാണൻ തുല്യം സ്നേഹിച്ച ഫർസാനയോട് കാണിച്ചു കൂട്ടിയത്. ഇതിലിപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ ഈ ഒരു ചിത്രം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സും നമുക്ക് വേദനിക്കുന്ന ഒരു ചിത്രമാണ്. മറ്റൊന്നല്ല, ഈ ഒരു ആ മുറിയിൽ വെച്ച് ഫർസാന കൊല്ലപ്പെട്ട ആ മുറിയിൽ വെച്ച് ഫർസാനെ ഒരു ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത് എന്ന് പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു. അതിന് പുറകിലായിട്ട് അഫാന്റെ ഒരു ചിരിക്കുന്ന ചിത്രം, ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ കാണാനായിട്ട് സാധിക്കും. അതിലേക്ക് ഈ ഫർസാനയെ കൊല്ലുന്ന സമയത്ത് ഫർസാനയുടെ ശരീരത്തിൽ നിന്ന് തെറിച്ച രക്തത്തുള്ളികൾ അവിടെയെല്ലാം ആ ചുമരിലും, അതുപോലെ തന്നെ താൻ ഇന്നലെ വരെ സ്നേഹിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു നിമിഷത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ തന്നെ കൊല്ലുന്നത് പോലും അറിയാതെ മരണപ്പെട്ട ഫർസാനയുടെ രക്തത്തുള്ളികൾ ഈ പ്രതിയുടെ ചിരിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് തെറിച്ചിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നും. അപ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത്. മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു ഫർസാനയുടെ ശരീരം കണ്ടെത്തുന്നത്. കസാരയിൽ ചെരിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹത്തിന് പിന്നിലായുള്ള മേശയിലാണ് അഫാന്റെ ഫ്രെയിം ചെയ്ത ഈ ഒരു ചിത്രം ഉണ്ടായിരുന്നത്. ഇതിലേക്കും ചുമലിലേക്കും ഫർസാനയുടെ രക്തത്തുള്ളികൾ തെറിച്ചു വീണ ആ ഒരു ദൃശ്യം തലയുടെ പിൻഭാഗത്ത് നിന്ന് ചോര നിലത്തേക്ക് വാർന്നൊഴുകി ചുറ്റും പരന്നൊഴുകിയ നിലയിലായിരുന്നു. ഒരു കുടയും ചാർജറും കുറച്ച് നാണയത്തുട്ടുകളുമാണ് മേശപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നത്. കൊല ചെയ്യപ്പെട്ട ഫർസാനയുടെ ഈ ദൃശ്യം ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. പ്രണയവും കൊലപാതകത്തിന് കാരണമായെന്നാണ് അഫാൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഫർസാനയുടെ മരണം നാടിന് നഷ്ടമായതൊരു മികച്ച വിദ്യാർത്ഥിനിയെ കൂടിയാണ്. നിർവികാരതയും സങ്കടവുമെല്ലാം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ ഫർസാനയുടെ വീട്ടിൽ നിറഞ്ഞു നിന്നത്. ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മകൾ ഇനിയില്ല, ഈ ലോകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ മാതാപിതാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരൻ അമലിനും ഇനിയുമായിട്ടില്ല. കരയാൻ പോലും ആകാത്ത അവസ്ഥയിലായിരുന്നു ഫർസാനയുടെ മാതാവ് ഷീജ. അവസാനമായിട്ട് മകളുടെ മുഖം ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത നിലയിൽ ഒരു ക്രൂരതയാണ് ഈ പറയുന്ന പ്രതി കാണിച്ചിട്ടുള്ളത്. മകളുടെ വിയോഗ വാർത്തയിൽ തളർന്ന പിതാവ് സുനിലിനെ പലതവണ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ആർക്കും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. മുക്കന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട്. ഗ്രാമീണ അന്തരീക്ഷമുള്ള പ്രദേശത്തെ പെൺകുട്ടിയെ അധികം ദൂരെയല്ലാതെ താമസിക്കുന്ന ഒരു 23-കാരൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലാണ് നാട്ടുകാരും. പഠിക്കാൻ അതിസമർത്ഥിയായിരുന്നു ഫർസാന. മികച്ച മാർക്കോടെയാണ് 10ാം ക്ലാസ്സും +2 എല്ലാം ജയിച്ചത്. നിലവിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ MSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികളാണ് പിതാവ് സുനിലിനെ. ചിറയൻകീഴ് സ്വദേശിയാണ് ഇദ്ദേഹം. മാതാവ് വെഞ്ഞാറമൂട് തേമ്പാമൂട് സ്വദേശിനിയാണ്. കുറച്ചു വർഷങ്ങളായി കുടുംബം ഇവിടെ വസ്തു വാങ്ങി വീട് വെച്ച് താമസിക്കുകയാണ്. മകൾ പഠിച്ച് ജോലി നേടുകയും അതിലൂടെ കുടുംബത്തിന്റെ ഉയർച്ചയും സ്വപ്നം കണ്ടിരുന്നതാണ് കുടുംബം. തിങ്കളാഴ്ച ഉച്ചയോടെ വീടിന് സമീപം ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന പുറപ്പെട്ടത്. എന്നാൽ വൈകിട്ട് മരണവാർത്തയാണ് കേട്ടത്.
അപ്പോഴും മരിച്ചത് തൻ്റെ മകളാകല്ലേ എന്ന സുനിലിൻ്റെ പ്രാർത്ഥന പക്ഷേ ഫലിച്ചില്ല. ട്യൂഷൻ എടുക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഫർസാനയെ അഫാൻ തന്നെയാണ് വന്ന് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഫർസാനയും അഫാനും 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. എന്നാൽ സ്കൂൾ സമയത്തോ അതിനുശേഷമോ ഇവർ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നതായി വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അഫാന്റെ ചില കൂട്ടുകാരും ബന്ധുക്കളും ഫർസാനയുടെ വീടിന് സമീപം താമസിച്ചിരുന്നു. ഇവിടെ ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നു ഇയാൾ. അങ്ങനെയാകണം ഫർസാനയുമായി പരിചയം നിലനിർത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് ഫർസാനയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നത്. അതുവരെ ആൾക്കാർ വന്നുപോയി വരുന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നതോടെ ജനം ഒഴുകിയെത്തി. മതപരമായ പ്രാർത്ഥനകൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, പൊതുപ്രവർത്തകർ, സഹപാഠികൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം 3:30യോടെ മൃതദേഹം ഖബറെടുക്കാനായി ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. ഫർസാനയുടെ മൃതദേഹം കണ്ട് കോളേജിലെ സഹപാഠികളടക്കം വിങ്ങിപ്പൊട്ടി. കഴിഞ്ഞ ദിവസം വരെ ഒപ്പമിരുന്ന് പഠിച്ച കൂട്ടുകാരി ജീവനറ്റ് കിടക്കുന്ന കാഴ്ച പലർക്കും സഹിക്കാനായില്ല. ഫർസാനയെ കണ്ട് പുറത്തിറങ്ങിയ ശേഷവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും ഇവിടെ വിട്ടത്. ഏതായാലും ആ ഒരു കാഴ്ച ആ നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ വാർത്ത കണ്ട മലയാളികളെയും അവരുടെ വീട്ടിലൊരു മകളെ നഷ്ടപ്പെട്ട ഒരു വേദനയാണുള്ളത്. മാത്രമല്ല വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു വേദനയോട് കൂടിയിട്ടാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതി പറയുന്ന മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ ഫർസാന എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഫർസാനയെ കൊല്ലാനുള്ള മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പ്രണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അതൊക്കെ പല രീതിയിൽ നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷെ ഒന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും നിലവിൽ എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ ഇന്ന് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ എത്തിയെങ്കിലും കൃത്യമായ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില പതിയെ മെച്ചപ്പെട്ടു വരുന്നുവെന്നും അവർ സംസാരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെയാണ് അഫാൻ സംസാരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്താൻ വേണ്ടിയിട്ട് പോലീസ് ഒരുങ്ങുന്നത്. മാത്രമല്ല അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് പോലീസ്. അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകൾ പോലീസ് പരിശോധിക്കും. സൈബർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്കടി ഏൽക്കുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഇര വീണുപോകും. എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത്. ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫാൻ തിരഞ്ഞിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ സമീപകാല ഇന്റർനെറ്റ് ഉപയോഗമടക്കം പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും എലിവിഷം സാവധാനം ആന്തരിക അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അഫാൻ നിരീക്ഷണത്തിലാണ്. എലിവിഷൻ കഴിച്ച രോഗിക്ക് ദിവസങ്ങൾക്ക് ശേഷവും ആരോഗ്യനില മോശമാകാൻ, അതിനാൽ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പേവാടിൽ 32-ാം നമ്പർ മുറിയിൽ കൈവിലങ്ങിട്ട് കർശന പോലീസ് സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി അസ്വസ്ഥനായ പ്രതി മരുന്ന് നൽകാനായി കയ്യിൽ ഘടിപ്പിച്ച കാനൂല ഊരിക്കളഞ്ഞിരുന്നു. കൈവിലങ്ങിട്ട് വീണ്ടും ചികിത്സ തുടങ്ങിയതോടെ സഹകരിച്ചു തുടങ്ങിയെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്.